ഞങ്ങൾ രണ്ടുപേരും പച്ചയും പച്ചയൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. കുറേ നാളായിട്ട് കാത്തിരുന്ന ഒരു ഷോപ്പിംഗ് ആണ് കേട്ടോ ഇന്ന്. കാരണം ഇന്ന് ഞാൻ കേരളത്തിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ കുനാഫ ചോക്ലേറ്റ് അൺബോക്സ് ചെയ്യാണ്. ഈ കുനാഫ ചോക്ലേറ്റിൻ്റെ ബാക്കിലൊരു സ്റ്റോറി ഉണ്ട്. ഇൻസ്റ്റഗ്രാമിലെ സംഭവം ട്രെൻഡിങ് ആയി നിന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും കൊതിയായി. പക്ഷേ മേടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പുറത്ത് എൻ്റെ റിലേറ്റീവ്സോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഇത് കഴിക്കുവാണെങ്കിൽ ഇതിൻ്റെ റിയൽ ഒരു ഫ്ലേവർ തന്നെ അറിയണം. അല്ലാണ്ട് നമ്മുടെ നാട്ടിലിപ്പോൾ ഇതിൻ്റെ കുറേ ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻസൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു എന്താ പറയുക, ചെറിയൊരു ബക്കറ്റ് ലിസ്റ്റ് അൺബോക്സിംഗ് ആണ് എനിക്ക് ഈ ഒരു കുനാഫ ചോക്ലേറ്റ്. അതും ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്ത പൈസയും കൊണ്ട് ഖത്തറിൽ വന്ന് ചോക്ലേറ്റ് അത് കഴിച്ചപ്പോൾ കിട്ടിയൊരു ടേസ്റ്റ് അല്ല, ഒരു ഹാപ്പിനെസ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല. ഇനി എന്തായാലും ഇങ്ങോട്ടേക്കൊന്നും വരില്ലല്ലോ, അതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഷോപ്പ് ചെയ്തിട്ട് പോകാൻ വിചാരിച്ചു. ആ ഒരു ബാസ്ക്കറ്റിലുള്ള ഫുൾ പെർഫ്യൂംസും ഞാൻ നാട്ടിലോട്ട് മേടിച്ചതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഡേറ്റ്സൊക്കെ മേടിച്ചു. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എടുത്തെടുത്ത് വന്നപ്പോൾ ഇത്രയും പെർഫ്യൂംസാണ് നമ്മൾ മേടിച്ചത്. അങ്ങനെ പെർഫ്യൂമൊക്കെ മേടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സ്നാക്സ് കഴിക്കാൻ വേണ്ടി വന്നേ. ഇനി നമ്മൾക്ക് പപ്പയ്ക്കും മമ്മിക്കും ഒരു മൊബൈൽ ഫോൺ മേടിക്കണം, പിന്നെ അനിയനൊരു ബ്രാൻഡഡ് വാച്ച് മേടിക്കണം. അങ്ങനെ കുറച്ച് കുട്ടി ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് ഞാൻ ലുലുലു വന്ന് നമ്മളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് റൂമിലെത്തണം, പാക്ക് ചെയ്യണം, തിരിച്ച് നാട്ടിലോട്ട് പോകണം. അങ്ങനെ റൂമിലെത്തിയിട്ട് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇനി നാട്ടിലോട്ട് പോവാട്ടോ. ചില ആഗ്രഹങ്ങളൊക്കെ നമുക്കിങ്ങനെ ഉള്ളിൽ കിടക്കുമെങ്കിലും ഒരു ടൈമിൽ അത് നടക്കുമ്പോൾ വല്ലാത്തൊരു ഇമോഷണൽ ഒരു ഹാപ്പിനെസ് ആണ്. അങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ചേട്ടനോട് ഒരു ബൈയും പിന്നെ താങ്ക്സ് ഒക്കെ പറഞ്ഞ് നമ്മളിത് ഇറങ്ങാൻ വേണ്ടി പോവാണേ. ഞാനൊരു ഡയറക്റ്റ് എയർലൈനിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ ആയിരിക്കും. പക്ഷേ നമ്മൾ ആ ഒരു എയർപോർട്ടിൻ്റെ ടാക്സ് പേ ചെയ്യേണ്ടി വരും. എനിക്ക് മാത്രമല്ല കേട്ടോ, എനിക്ക് എൻ്റെ പാരൻസിനും സിബ്ലിങ്സിനും എല്ലാം ഈ ഒരു ഇത് അവൈൽ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ കൊച്ചിയിലോട്ടുള്ള ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തിട്ടുണ്ട്. കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നെടുമ്പാശ്ശേരി കൊച്ചിയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഈ ഒരു മിഠായി ഞാൻ മേടിക്കാൻ കാരണം കുഞ്ഞുനാളിൽ കഴിച്ചൊരു ഓർമ്മയുണ്ട്. ഇനി എൻ്റെ റൂമിൽ ചെന്ന് കുറച്ച് നേരം കൂടി കിടന്നാലാണ് ഉറക്കം ഒന്ന് കംപ്ലീറ്റ് ആവുള്ളൂ. അതിക്ക് മുമ്പേ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാം. ഫസ്റ്റ് ഇൻ്റർനാഷണൽ ബോർഡിംഗ് പാസ് എല്ലാം ഞാൻ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴേക്കും മമ്മി ഫുഡൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം.